അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, -3 + 2 അല്ലേ, മൈനസും പ്ലസ്സും ആണ് വരുന്നത്. മൈനസും പ്ലസ്സും ആണ്. നമുക്കറിയാം വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. 3 - 2 അല്ലേ. എന്നിട്ട് ഏതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം? വലുതിൻ്റെ. 3ൻ്റെ സൈന് മൈനസ്. അപ്പോൾ എന്ത് വരും? 3 - 2 1 ആണ്, -1. ഓക്കെ. ഇതേപോലെ 7 - -3 ഒരുമിച്ച് വരുന്ന കേസ് നമുക്കറിയാം. ഒരേ ചാർജ് ഒരുമിച്ച് വന്നാൽ അവിടെ എന്തായിട്ട് മാറും? പോസിറ്റീവ് മാത്രമേ വരുള്ളൂ അല്ലേ. ഒരേ ചാർജ് ആണെങ്കിൽ പോസിറ്റീവാണ്. അപ്പോൾ 7 + 3 10. ഓക്കെ. യെസ്. നെക്സ്റ്റ് അല്ലേ, 3 × -2 ഡിഫറെൻറ്റ് ചാർജസ് ആണ്. ഡിഫറെൻറ്റ് ചാർജസ് ആവുമ്പോൾ നെഗറ്റീവ് വരും. അപ്പോൾ 3 × 2 6 അല്ലേ. ഇവിടെയോ -4 × -5 സെയിം ചാർജാണ്. 4 × 5 സെയിം ചാർജ് ആകുമ്പോൾ പോസിറ്റീവാണ് വരിക. 4 × 5 20 +20. യെസ്. ഇവിടെയും സെയിം ചാർജുകളാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഹരിച്ചിട്ടുള്ളത്. 6/3. അതായത് ഇതിനെ ഇങ്ങനെ എഴുതാം കേട്ടോ. -6 അതായത് ഇങ്ങനെ -6/-3 സെയിം ചാർജുകളാണ് അല്ലേ. കട്ട് ചെയ്ത് പോയി. അപ്പോൾ 6/3 2 കണ്ടോ, ഇത്രയേ ഉള്ളൂ. ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കേ. നമുക്കറിയാം -1ൻ്റെ സ്ക്വയർ അല്ലേ, -1 × -1 നമുക്കറിയാം സെയിം ചാർജസ് ആണ്. +i 1. അതുപോലെ -1 ഹോൾ ക്യൂബ്, അതായത് (3) 3 ടൈംസ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. അല്ലെങ്കിൽ ഒന്നുകിൽ പറയാം -1ൻ്റെ സ്ക്വയർ × -1. -1ൻ്റെ സ്ക്വയർ 1 ആണെന്ന് കിട്ടി. അതിനോടുകൂടി നമ്മൾ ഏതും ഇൻറ്റു ചെയ്യണം, 1 × -1. അപ്പോൾ പോസിറ്റീവ് ഡിഫറെൻറ്റ് ചാർജസ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് എഴുതാം. -1 ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, -1⁴. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാം? -1⁴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ -1�3യോട് വീണ്ടും ഒരു -1 ഇൻറ്റു ചെയ്യാണ് അല്ലേ. അപ്പോൾ -1�3 നമുക്ക് കിട്ടി -1 ആണ്. അതിൻ്റെ കൂടെ വീണ്ടും ഒരു -1 ഇൻറ്റു ചെയ്തു. സെയിം ചാർജസ്, പോസിറ്റീവ്. കണ്ടോ? ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ മുകളിലുള്ള എക്സ്പൊണൻ്റ് എന്തായി കൃതി ഈവൺ നമ്പേഴ്സ് അല്ലേ. ഇരട്ടസംഖ്യ ആവുമ്പോൾ 1 ആണ് വരുന്നത്. ഒറ്റ സംഖ്യ ആവുന്ന സമയത്ത് 3 ആവുമ്പോൾ -1 ആണ് വരുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഏത് -1ൻ്റെ കൃതി മാറിയാലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തൂടെ. അതായത് -1⁻², ഇവിടെ നോക്കിക്കേ, മുകളിൽ 2018 എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്ത് നോക്കിയാൽ മാത്രം മതി? അത്രയും ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇരട്ട സംഖ്യ ആണോ ഈവൺ നമ്പർ ആണോ നോക്കിയാൽ മതി. ഈവൺ നമ്പറാണ്, അങ്ങനെയാണെങ്കിൽ +1 അല്ലേ. പിന്നെ വേറൊരു കാര്യം നോക്കി, -1⁻2018 +-1⁻2019. അപ്പോൾ നമുക്കറിയാം 2018 വരുമ്പോൾ അത് പോസിറ്റീവാണ്, 19 വരുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ +-1 നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ട് ചാർജസ് ഡിഫറെൻറ്റ് ചാർജസ് ഒരുമിച്ച് വന്നു.